കയോസി ഇറാനി സംവിധാനം ചെയ്ത് പൃഥ്വിരാജ്, കജോൾ, സെയ്ഫ് അലിഖാന്റെ മകനായ ഇബ്രാഹിം അലിഖാൻ എന്നിവർ അഭിനയിച്ച ഹിന്ദി മൂവിയാണ് സർസമീൻ. പെട്ടെന്ന് തന്നെ സിനിമയുടെ കഥയിലേക്ക് പോവാം. 1992 മുതൽ 2006 വരെ കാശ്മീരിൽ 12ഓളം ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ എല്ലാം പുറകിൽ മോസൻ എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന ഒരു തീവ്രവാദിയായിരുന്നു. പക്ഷേ അയാളുടെ റിയൽ നെയിമോ ഫേസോ മറ്റടയാളങ്ങളോ ഒന്നും തന്നെ ഇന്ത്യൻ ആർമിക്ക് ലഭിച്ചിരുന്നില്ല. എന്നാൽ 2006 ശേഷം ഈ മോസൻ അപ്രത്യക്ഷനാവുകയാണ്. അയാൾ മരണപ്പെട്ടു എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ മോസൻ തിരിച്ചു വന്നു എന്നാണ് ഓഫീസർ പറയുന്നത്. കാരണം ഇപ്പോൾ കാശ്മീരിലെ 3 സ്ഥലങ്ങളിൽ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നിരിക്കുന്നു. ഇതൊക്കെ മോസൻ ചെയ്യുന്ന അതേ രീതിയിലാണ് നടത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓഫീസർ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ 3 അറ്റാക്കിന്റെയും മാസ്റ്റർ മൈൻഡ് കാബിൽ ഭട്ട് എന്നൊരു തീവ്രവാദിയാണ്. എന്നാൽ ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ഈ കാബിൽ ഭട്ട് തന്നെയാണ് മോസൻ. മോസന്റെ റിയൽ നെയിമാണ് കാബിൽ ഭട്ട് എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരൊക്കെ കരുതിയിരിക്കുന്നത്. അങ്ങനെ മോസന്റെ ഒളിത്താവളം കണ്ടുപിടിച്ച് അവനിൽ നിന്നും എന്നേക്കുമായി കാശ്മീരിനെ മോചിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നത് ഈ സിനിമയിലെ നായകനായ വിജയ് ശങ്കറിനെയാണ്. അവിടെ വെച്ച് നടക്കുന്ന ഏറ്റുമുട്ടലിൽ മോസൻ എന്ന് കരുതുന്ന കാബിലിനെയും അവന്റെ ബ്രദറായ ആബിലിനെയും വിജയ് കൈയോടെ പിടികൂടുകയും ചെയ്തു. അവിടെ സീൻകട്ടായി ശേഷം കാണിക്കുന്നത് വിജയിന്റെ പ്രൊമോഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. വിജയുടെ ഭാര്യയായ മെഹർ മകനായ ഹർമാനെ സ്റ്റേജിലേക്ക് വിളിച്ച് വിജയെ കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് സംസാരിക്കാനായി പറയുകയാണ്. എന്നാൽ അവനൊരു പാവം പയ്യനായിരുന്നു. ഒട്ടും ധൈര്യമില്ല. വിക്കിയാണ് സംസാരിക്കുന്നതും. എന്നാൽ അവന്റെ ഈ സ്വഭാവം ഒന്നും വിജയ്ക്ക് തീരെ ഇഷ്ടമല്ല. അവനെ ഒരു ആർമി ഓഫീസർ ആക്കണമെന്നാണ് വിജയുടെ ആഗ്രഹം. പക്ഷെ അവനൊരു ദുർബലനായതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ വിജയ്ക്ക് ഒരു നാണക്കേടായിരുന്നു. അവനങ്ങനെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ വിജയ് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയും മെഹർ അവന്റെ പുറകെ പോയി നിങ്ങളുടെ മകൻ നിങ്ങൾക്കൊരു നാണക്കേടാണോ എന്ന് ചോദിക്കുകയാണ്. അതെനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞതും അത് ഹർമാനും കേട്ടു. അവനെ അത് ഒരുപാട് വിഷമിപ്പിച്ചു. അവൻ അച്ഛന്റെ സ്നേഹം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിജയ് അവനൊരു പട്ടാള ചിട്ടയിലാണ് വളർത്തുന്നത്. വിജയിന്റെ പെരുമാറ്റം ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ മെഹർ അവനോട് എന്നും വഴക്കുണ്ടാക്കുമായിരുന്നു. അങ്ങനെ അന്നത്തെ രാത്രി കഴിഞ്ഞു. നേരം പുലർന്ന സമയത്ത് വിജയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. അവർ പിടിച്ചുവെച്ച കാബിലിനെ ആബിലിനെ വിട്ടയക്കണമെന്നായിരുന്നു ആവശ്യം. വിട്ടു തന്നില്ലെങ്കിൽ ഹർമാനെ നമ്മൾ തട്ടിക്കൊണ്ടു പോകുമെന്നായിരുന്നു അവരുടെ ഭീഷണി. അത് കേട്ട ഉടനെ തന്നെ വിജയ് പേടിച്ച് ഹർമാനെ നോക്കി പുറത്തേക്ക് ഓടി. അവൻ അവന്റെ പുതിയ കൂട്ടുകാരുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. ഷുവേബ് എന്നാണ് അവന്റെ പുതിയ കൂട്ടുകാരന്റെ പേര്. വിജയ് ഓടി അവരുടെ അടുത്തേക്ക് എത്തുകയും വിജയ് കണ്ട ഉടനെ ഷുവേബിന്റെ ഉപ്പയായ ഉസ്മാൻ വന്നിട്ട് സാറിന്റെ മകനും എന്റെ മകനും നല്ല കൂട്ടാണ് എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട ഉടനെ വിജയ് നിങ്ങൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഇത് എന്റെ ബേക്കറിയാണ്, ഇവിടെയുള്ളവരൊക്കെ എന്റെ ബേക്കറിയിൽ നിന്നാണ് സ്വീറ്റ്സ് വാങ്ങാറ് എന്നൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കുകയായിരുന്നു. അങ്ങനെ വിജയ് മകനെയും കൂട്ടി അവിടെ നിന്ന് മുന്നോട്ടേക്ക് വീട്ടിലേക്ക് നടക്കുകയാണ്. പോകുന്ന വഴിയിൽ ഹർമാൻ അച്ഛന്റെ കയ്യിലേക്കൊക്കെ പിടിക്കാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിജയ് ആണെങ്കിൽ അവനോട് ഒട്ടും തന്നെ അടുപ്പം കാണിക്കുന്നില്ല. അവനെ വീട്ടിലാക്കിയതിനു ശേഷം വിജയ് കാബിലിനെ കാണാനായി പോവുകയാണ്. എന്നാൽ കാബിലിന് ആ ഭീഷണിയുടെ കാര്യത്തെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ മോസനല്ലെന്നുള്ള കാര്യം തന്നെ കാബിൽ ഉറപ്പിച്ചു പറയുകയാണ്. എന്നാൽ വിജയ് അത് വിശ്വസിക്കാനായി തയ്യാറാവുന്നില്ല. വിജയ് കരുതിയിരിക്കുന്നത് ഈ കാബിൽ തന്നെയാണ് മോസൻ എന്നാണ്. അവനെ അതിന് സമ്മതിപ്പിക്കാനായി അവന്റെ അനിയനായ ആബിലിനെ നല്ലപോലെ ഉപദ്രവിക്കുകയാണ്. എന്നാൽ അതൊട്ടും തന്നെ കാബിലിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഇതേ നേരം ആബിലിന്റെ വായിൽ നിന്നും കൗസർ ബേക്കറി എന്ന പേര് വിജയ് കേൾക്കാനിടയായി. അവൻ ആകെ ഒന്ന് ഞെട്ടുകയാണ്. എന്നാൽ ഇതേ നേരം മെഹർ ആണെങ്കിൽ ഹർമാനെയും കൂട്ടി ഒരു പാർട്ടിക്ക് പോവുകയായിരുന്നു. അവൾ അവിടെ എത്തി ഡാൻസ് ചെയ്യുന്ന സമയത്താണ് ഷുഹേബും ഉപ്പയും ബേക്കറി ഐറ്റംസുമായി അവിടേക്ക് വരുന്നത്. അവർ വെറും സാധാരണക്കാരായിരുന്നില്ല. അവരാരും കാണാത്ത സമയത്ത് ഹർമാനെ കടത്തി കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണ്. ഈ കാര്യം വിജയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുകയും വിജയ് ഓഫീസേഴ്സിനെയും കൂട്ടി അവിടേക്ക് വരികയും ചെയ്തു. ആ വണ്ടിയെ കുറെ ദൂരം മുന്നോട്ടേക്ക് ഫോളോ ചെയ്തെങ്കിലും അവന്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സ് ആ വണ്ടിയിലേക്ക് വെടിവെക്കുകയാണ്. ആ വെടിവെപ്പിൽ ഉസ്മാൻ ഉടനെ തന്നെ മരണപ്പെട്ടു. എന്നാൽ വളരെ വിഷമത്തോടെ വിജയ് വണ്ടി തുറന്നു നോക്കിയ സമയത്ത് അതിൽ അവന്റെ മകൻ ഉണ്ടായിരുന്നില്ല. അവർ അതേപോലെയുള്ള മറ്റൊരു വണ്ടിയിൽ മകനെ മാറ്റിയിരുന്നു. വിജയ്ക്ക് വീണ്ടും ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോൾ വരികയാണ്. ആ പിടിച്ചു വെച്ച് 2 പേരെ വിട്ടുകൊടുത്താൽ മാത്രമേ ഇപ്പൊ അവരുടെ മകനെ വിട്ടുകൊടുക്കുകയുള്ളൂ. എന്നാൽ രാജ്യമാണ് തനിക്ക് വലുത്, അത് കഴിഞ്ഞിട്ടേ രക്തബന്ധമുള്ളൂ എന്നുള്ള നിലപാടിൽ തന്നെ വിജയ് ഉറച്ചു നിന്നു. എന്നാൽ മഹറിന് തന്റെ മകനായിരുന്നു വലുത്. അതേ നേരത്താണ് ഏതോ അൺനോൺ സെന്ററിൽ നിന്നും അവനൊരു മെസ്സേജ് വരുന്നത്. ആബിലിനെ വിട്ടുകൊടുത്താൽ ഞാൻ സ്വയം കീഴടങ്ങാമെന്നുള്ള മോസന്റെ മെസ്സേജ് ആയിരുന്നു അത്. എന്നാൽ കാബിൽ തന്നെയാണ് മോസൻ എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വിജയ് ഇതൊക്കെ അവരുടെ പ്ലാൻ ആണെന്ന് ചിന്തിക്കുകയാണ്. എന്നാൽ മെഹർ പറയുകയാണ് അത് അങ്ങനെയല്ലെങ്കിലോ, നിങ്ങൾക്ക് മോസനെ പിടികൂടുകയും ചെയ്യാം, നമ്മൾക്ക് നമ്മുടെ മകനെയും തിരിച്ചു കിട്ടുമെന്ന്. അതേ നേരത്തെ തന്നെ വിജയുടെ ഫോണിലേക്ക് വീണ്ടും ഒരു കോൾ വരികയാണ്. മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ മകനെ നഷ്ടപ്പെടുത്തണോ എന്ന് ചോദിക്കുമ്പോൾ സ്വന്തം രാജ്യത്തിന്റെ സുരക്ഷയല്ലാതെ തനിക്ക് മറ്റൊന്നുമില്ലെന്ന് അവൻ മറുപടി പറഞ്ഞതും മറുവശത്തു നിന്നും മകനെ കൊണ്ട് അവർ സംസാരിപ്പിക്കുകയാണ്. എന്നെ രക്ഷിക്കില്ല അച്ഛ എന്ന് അവൻ ചോദിച്ചതും വളരെ വിഷമത്തോടെ ഒന്നും മിണ്ടാതെ വിജയ് ഫോൺ കട്ട് ചെയ്തു.
എന്നാൽ കുറെ ആലോചിച്ചതിന് ശേഷം വിജയ് അവരെ വിട്ടുകൊടുക്കാനായി തീരുമാനിക്കുകയാണ്. അവന്റെ മനസ്സിലേക്ക് അവന്റെ ആർമി ലൈഫിനെ പറ്റിയും മകനെ പറ്റിയുള്ള ചിന്തകളൊക്കെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ അതിർത്തിയിലെത്തി അവരുടെ കെട്ടയച്ചു വിട്ടെങ്കിലും തൻ്റെ ഉള്ളിലെ രാജ്യസ്നേഹം കൊണ്ട് അവരെ വെറുതെ വിടാൻ വിജയുടെ മനസ്സ് അനുവദിച്ചില്ല. അവൻ അവർ രണ്ടുപേരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. അവിടെ വെച്ച് തന്നെ ആബിൽ മരണപ്പെടുകയാണ്. ഇതേ നേരത്ത് വിജയ്ക്ക് വീണ്ടും ഒരു കോൾ വരികയാണ്. താൻ ചെയ്തത് വലിയ തെറ്റാണെന്ന് പറഞ്ഞതും ജനിച്ച മണ്ണിന്റെ സുരക്ഷയേക്കാൾ എനിക്ക് മറ്റൊന്നുമില്ലെന്ന് വിജയ് പറയുകയാണ്. ആ സമയത്ത് ഹർമാനെ ഷൂട്ട് ചെയ്യുന്ന ശബ്ദമാണ് ഞങ്ങളെ കാണിക്കുന്നത്. ആ സംഭവം വിജയെയും മെഹറിനെയും ഒരുപാട് വേദനിപ്പിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ആ സംഭവം കഴിഞ്ഞിട്ടിപ്പോൾ 8 വർഷമായിരിക്കുന്നു. പുർസൻപൂറിലേക്ക് വിജയിനെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുകയാണ്. ഒരു തീവ്രവാദ ക്യാമ്പിൽ നിന്നും കുറച്ചുപേരെ വിജയും ഗ്യാങ്ങും രക്ഷിക്കുന്നു. അവരുടെ ഓരോ ആളുടെ പേരും ചോദിക്കുമ്പോഴാണ് അതിലൊരാൾ ഹർമൻ എന്ന് പേര് പറയുന്നത് വിജയ് കേൾക്കുന്നത്. അവൻ്റെ അടുത്തേക്ക് പോയി ഫുൾ നെയിം എന്താണെന്ന് മറ്റു ഓഫീസർ ചോദിക്കുമ്പോൾ ഹർമൻ വിജയ് മേനോൻ എന്ന് പറഞ്ഞു. വിജയ് അത് കേട്ടതും അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയപ്പോൾ ഇത് തൻ്റെ മകനാണെന്ന് തോന്നുകയും അവനുടനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഏകദേശം 7-8 വർഷം പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു അവൻ്റെ ദേഹത്ത്. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് അത് തൻ്റെ മകനാണെന്ന് വിശ്വസിക്കാൻ വിജയ്ക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അവൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറിയിരിക്കുന്നു. അവൻ്റെ സംസാരത്തിൽ ഇപ്പോൾ വിക്കില്ല. വളരെ ഒരു ധൈര്യവും ഗാംഭീര്യവും ഒക്കെ വന്നിരിക്കുന്നു. വിജയ് മെഹറിനെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും അവൾക്ക് അവനെ കണ്ട ഉടനെ ഇത് തൻ്റെ മകനാണെന്ന് മനസ്സിലാവുകയും അവനെയും കൂട്ടി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഹർമാന്റെ റൂമിൽ നിന്നും എന്തോ ഒരു ശബ്ദം കേട്ട് വിജയ് പോയി നോക്കുകയാണ്. അവൻ പുഷപ്പ് എടുക്കുന്നു. കൂടാതെ അവൻ്റെ പുറത്തൊക്കെ കുറേ മുറിവുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് വിജയ്ക്ക് ഇങ്ങനെ സംശയം കൂടി വരികയാണ്. അവൻ ഓഫീസിലേക്ക് എത്തിയതും അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസറായ അഹമ്മദ് പറയുകയാണ് ഹർമാനെ കുറച്ച് പയ്യന്മാരുടെ കൂടെ കണ്ടിരുന്നു എന്ന്. അതുകൂടി കേട്ടപ്പോൾ വിജയുടെ സംശയം കൂടി വരികയാണ്. വിജയ് തിരിച്ച് വീട്ടിലേക്ക് എത്തിയ സമയത്താണെങ്കിൽ അവൻ്റെ ഒഫീഷ്യൽ ലാപ്ടോപ്പ് ഹർമാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദിച്ചപ്പോൾ ഗെയിം കളിക്കാൻ എടുത്തതാണ് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറി. വിജയ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഹിസ്റ്ററി ഒക്കെ അവൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്താണ് വിജയ് അഹമ്മദ് നിന്നെ കുറച്ച് പയ്യന്മാരുടെ കൂടെ കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതൊക്കെ ആരാണെന്ന് ചോദിച്ചു. അത് ക്യാമ്പിലെ പയ്യന്മാരായിരുന്നു എന്നായിരുന്നു അവൻ്റെ മറുപടി. നീ ഇതുവരെ ആരുടെ കൂടിയായിരുന്നു എന്നൊക്കെ അവൻ്റെ പാസ്റ്റിനെ പറ്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ മെഹർ അവനെ തടഞ്ഞു. അങ്ങനെ പിന്നീട് ഒരു ദിവസം ഹർമാൻ ഇല്ലാത്ത സമയത്ത് അവൻ്റെ റൂമിലേക്ക് കയറി വിജയ് പരിശോധിക്കുകയാണ്. ആ സമയത്താണ് ഒരു ഫോൺ കിട്ടുന്നതും അവൻ അതെടുത്ത് പോക്കറ്റിലിടുകയും ചെയ്തു. അതേ നേരത്താണ് TV-യിൽ ഒരു ന്യൂസ് വരുന്നത്. 15-20 ഇടയിൽ പ്രായമുള്ള ആൺകുട്ടികൾ കാശ്മീരിൽ ആക്രമണം നടത്തിയിരിക്കുന്നു. അതിർത്തിക്കപ്പുറത്തുള്ള ഹാക്കറിലൂടെയാണ് അവർക്ക് അറ്റാക്കിനുള്ള നിർദ്ദേശം ലഭിച്ചിരിക്കുന്നത്. ഈ ന്യൂസ് കേട്ട് ഹർമാൻ വളരെ അത്ഭുതത്തോടെ ശ്രദ്ധിച്ചിരിക്കുന്നത് വിജയ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. വിജയ് ഉടനെ തന്നെ ആ ഫോൺ എടുത്ത് അഹമ്മദിന്റെ അടുത്തേക്ക് പോയി അത് ഡീകോഡ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആരുടെ ഫോണാണെന്നുള്ള കാര്യമൊന്നും അഹമ്മദിനോട് പറഞ്ഞിരുന്നില്ല. ഇതേ നേരം ഹർമാൻ തന്റെ ഫോൺ എടുക്കാൻ നോക്കിയപ്പോൾ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ താഴേക്ക് ഇറങ്ങി വിജയുടെ ഗൺ സൂക്ഷിച്ചു വെച്ചിരുന്ന മുറിയിൽ കയറി ഒരു ഗണ്ണെടുത്ത് കയ്യിലേക്ക് പിടിക്കുകയാണ്. അതേ നേരത്തെ തന്നെ വിജയ് ഉള്ളിലേക്ക് കയറി നീ ശരിക്കും ആരാ, നീ ഹർമൻ അല്ല, നീ എന്തിനാ ഗണ്ണെടുത്തത്, ഈ ഫോൺ ആരുടേതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ഗണ്ണ് ഞാൻ വെറുതെ എടുത്ത് നോക്കിയതാ, ഇതിലുണ്ടൊന്നും ഇല്ല എന്ന് വളരെ പാവം പോലെ അവൻ മറുപടി പറയുകയാണ്. അതേ നേരത്തെ തന്നെ മെഹ്റ അങ്ങോട്ടേക്ക് വന്ന് അവന് ഫോൺ കൊടുത്തത് ഞാനാണെന്ന് പറഞ്ഞു. അത് കേട്ട് വിജയ് ഒന്ന് ഞെട്ടുകയാണ്. കൂടാതെ അവന്റെ DNA ടെസ്റ്റ് കൂടി നടത്തിയിരുന്നു. അതിന്റെ റിസൾട്ട് ഓപ്പൺ ആക്കിയതിനു ശേഷം ഹർമാൻ നിങ്ങളുടെ മോൻ തന്നെയാണ് എന്ന് പറഞ്ഞ് മെഹർ വളരെ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. ആ സംഭവം വിജയിനെയും വളരെ വിഷമിപ്പിക്കുകയും താൻ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് കരുതി വളരെ വിഷമത്തിൽ ഓഫീസിൽ ഇരിക്കുന്ന സമയത്താണ് സാറിന്റെ മകനെ സംശയിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അഹമ്മദ് സാറിന്റെ മകനോട് ഒരു സോറി പറയണമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിജയ് അവനോട് സോറി പറയാനായി തീരുമാനിച്ചു. അങ്ങനെ വീട്ടിലേക്ക് എത്തി അവനോട് സംസാരിച്ച് എല്ലാ പ്രോബ്ലവും സോൾവ് ചെയ്ത് പിന്നീട് അവനെ ഒരുപാട് സ്നേഹിക്കാനായി തീരുമാനിച്ചു. അങ്ങനെ അവൻ്റെ ആഗ്രഹപ്രകാരം ഇവർ 3 പേരും കൂടി ഒരു ഫോറസ്റ്റിലേക്ക് ട്രിപ്പ് പോകാനായി തീരുമാനിക്കുകയാണ്. എന്നാൽ ഹർമാന്റെ റിയൽ ഫേസ് അവിടെയാണ് കാണിക്കുന്നത്. അവൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ തൻ്റെ ഫോൺ വഴി ആർക്കോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ കയ്യിൽ വിജയ് കാണാതെ ഒരു ഗണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഹർമാനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷമുള്ള ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. മകനെ വിട്ടുകൊടുക്കണമെങ്കിൽ പിടിച്ചുവെച്ച തീവ്രവാദികളെ വിട്ടയക്കാൻ പറഞ്ഞപ്പോൾ സ്വന്തം ചോരയേക്കാൾ വലുത് രാജ്യത്തിന്റെ സുരക്ഷയാണെന്ന് വിജയ് പറഞ്ഞിരുന്നല്ലോ. ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ച് സ്ഥിരമായി ഹർമാനെ കേൾപ്പിച്ചാണ് അവന്റെ ഉള്ളിൽ വിജയിനോടുള്ള ഒരു വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. സ്നേഹം നടിച്ച് അവനെ തീവ്രവാദിയാക്കി മാറ്റാനുള്ള പരിശീലനം അവർ തുടർന്നു. അവന്റെ കുട്ടിക്കാലത്തെ പട്ടാളച്ചിട്ടയൊക്കെ ഓർത്ത് അവന്റെ മനസ്സിൽ അവന്റെ അപ്പനോടുള്ള പക കൂടി വന്നു. ശേഷം സീൻ വീണ്ടും പ്രസന്റിലേക്ക് കാണിക്കുകയാണ്. ഹർമാന്റെ ഫോണിലെ മെസ്സേജ് ഒബ്സർവ് ചെയ്യാനായി വിജയ് അഹമ്മദിനെ ഏൽപ്പിച്ചിരുന്നല്ലോ. അതിലെ മെസ്സേജ് ഇപ്പോൾ അഹമ്മദിന്റെ കയ്യിലേക്ക് കിട്ടി. അത് കണ്ട് അഹമ്മദ് ആകെ ഷോക്കായി പെട്ടെന്ന് തന്നെ വിജയിന്റെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. അവർ പോയിരിക്കുന്ന ലൊക്കേഷൻ മനസ്സിലാക്കുകയും അങ്ങോട്ടേക്ക് പുറപ്പെടുകയും അവിടേക്കൊരു ഫാക്സ് മെയിൽ അയക്കുകയും ചെയ്തു. ഇതേ നേരം ഹർമാൻ വിജയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയും ഓരോ കാര്യങ്ങൾ സംസാരിച്ച് നടക്കുന്നതിനിടയിൽ
ഹർമാൻ വിജയുടെ പുറകിൽ നിന്ന് തോക്ക് ചൂണ്ടുകയാണ്. ഇത് കണ്ട് വിജയ് ഒന്ന് ഞെട്ടി. എന്നാൽ ഇതേ നേരത്താണ് മെഹർ അവിടേക്ക് വന്ന ഫാക്സ് മെയിൽ വായിച്ചു നോക്കുന്നതും ഉടനെ തന്നെ അവർ അന്വേഷിച്ച് ആ ഫോറസ്റ്റിലേക്ക് ഓടുകയും ചെയ്തു. അവിടെ എത്തി ഹർമാന്റെ കൈ പിടിച്ച് മാറ്റുന്നതിനിടെ ഉന്നം തെറ്റുകയും മെഹറിന് വെടികൊള്ളുകയും സ്വന്തം അമ്മക്ക് പരിക്ക് പറ്റിയതിൽ ഹർമാന് നല്ല വിഷമാവുകയും ചെയ്തു. എന്നാൽ അതേ നേരത്താണ് അഹമ്മദ് അങ്ങോട്ടേക്ക് ഓടി വരുന്നതും അഹമ്മദിനെ കണ്ട് ഹർമാൻ ഉടനെ തന്നെ ഓടി രക്ഷപ്പെട്ട് കാബിലിന്റെ അടുത്തേക്ക് തന്നെ എത്തുകയാണ്. കാബിൽ അവനെ ഒരുപാട് ആശ്വസിപ്പിച്ചു. എന്നാൽ ഷുഹൈബ് പറയാണ് അവനെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, അവന്റെ മനസ്സിലിപ്പോ അവന്റെ അച്ഛനും അമ്മയും തന്നെയാണ്, അവൻ അവരെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്ന്. എന്നാൽ കാബിൽ പറയാണ് വിജയിന് കാണാനിരിക്കുന്നത് സ്വന്തം രക്തം തന്നെ സ്വന്തം മണ്ണിനെതിരെ നിൽക്കുന്ന കാഴ്ചയാണ്, അത് ഉടനെ തന്നെ സംഭവിക്കുമെന്ന്. ഇതേ നേരം മെഹറാണെങ്കിൽ ട്രീറ്റ്മെന്റിലായിരുന്നു. മെഹർ വിജയോട് പറയാ നീ പറഞ്ഞത് ശരിയാ, അവർ നമ്മുടെ മകനെ ഒരുപാട് മാറ്റി, പക്ഷെ ഇനിയും അവനെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല, നിനക്ക് മാത്രമേ അവനെ രക്ഷിക്കാൻ പറ്റൂ എന്ന്. അവിടെ സീൻ കട്ടായി ശേഷം കാണിക്കുന്നത് ഒരു പ്രസ് മീറ്റിംഗ് ആണ്. അടുത്തായി ഒരു ഡാം ഇനാഗ്രേഷൻ നടക്കാൻ പോവുകയാണ്. പക്ഷെ അവിടേക്ക് ടെററിസ്റ്റ് അറ്റാക്ക് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കായി വിജയും ടീമിനെയാണ് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ന്യൂസ് കാബിലും ഹർമാനും ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് കാബിലിന്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരികയാണ്. എന്നാൽ ഇതേ നേരം ഹർമാൻ അവന്റെ ഫോൺ എടുത്ത് അവന്റെ അമ്മയുടെ ഫോണിലേക്ക് വിളിച്ച് അമ്മയുടെ ശബ്ദം കേട്ട് അമ്മയ്ക്കൊന്നും സംഭവിച്ചില്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തി സമാധാനത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ നേരത്താണ് വിജയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്. അവർക്ക് എപ്പോഴും വരാറുള്ള സെർവറിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. പക്ഷെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്, അവരിങ്ങനെ സഹായിക്കുന്നത് ആരാണെന്നും അവർ ഇതുവരെ കണ്ടുപിടിച്ചിരുന്നില്ല. ജനറലിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ അവൻ സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ്. അവിടെ എത്തിയ വലിയ ഫൈറ്റിനൊടുവിൽ ജനറലിനെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ അവിടേക്ക് അറ്റാക്ക് ചെയ്യാനായി വന്ന കൂട്ടത്തിൽ ഹർമാനും ഉണ്ടായിരുന്നു. ഹർമാനെ വിജയ് കാണുകയും എന്നാൽ അവന് വെടികൊള്ളുമോ എന്നുള്ള ടെൻഷനായിരുന്നു വിജയ്ക്ക്. അവൻ അവിടെ നിന്ന് ഉടനെ തന്നെ ഓടി രക്ഷപ്പെടുകയും കാബിലിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു. അവിടെ ഉണ്ടായ ഫൈറ്റിനൊടുവിൽ വിജയ് കാബിലിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ്. എന്നാൽ കാബിൽ വീണ്ടും ഓരോന്ന് പറഞ്ഞ് വിജയിനെ ഇറിറ്റേറ്റ് ചെയ്ത് കൊണ്ടേയിരുന്നു. ഇതൊരു തുടക്കം മാത്രമാണ്, നിങ്ങൾക്കെതിരായി നിൽക്കുന്ന ഏറ്റവും വലിയ എതിരാളി നിങ്ങളുടെ മകനായിരിക്കും, സ്വന്തം മകൻ തന്നെ മണ്ണിനെതിരെ നിൽക്കാൻ പോകുന്ന കാഴ്ചയാണ് നീ കാണാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞതും ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന വിജയ് അവനിട്ട് നല്ല അടി കൊടുക്കുകയാണ്. നിന്നെ വിശ്വസിച്ചതാ എന്റെ ചാച്ചൻ ചെയ്ത തെറ്റ്, നിന്നെയൊക്കെ രക്ഷിക്കാനാണ് ചാച്ചൻ പിടികൊടുത്തത്, നിന്റെ അച്ഛൻ പറഞ്ഞതാ ശരി, നീ എല്ലാവർക്കും ഒരു നാണക്കേടാ, അതുകൊണ്ടല്ലേ അയാൾ നിന്നെ മരണത്തിന് വിട്ടുകൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നതും അത് കേട്ട് ദേഷ്യം വന്ന ഹർമാൻ അവരെയൊക്കെ അടിച്ചിടുകയാണ്. ഇനി ഈ ലക്ഷ്യം പൂർത്തിയാക്കാൻ ഞാൻ ഒറ്റക്ക് മതിയെന്നും പറഞ്ഞ് അവൻ ആ ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥലത്ത് ബോംബ് വെക്കാനായി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇനാഗുറേഷൻ ഡേ വന്നെത്തി. ഇവർക്ക് എപ്പോഴും വരാറുള്ള അതേ സെർവറിൽ നിന്ന് തന്നെ പുതിയൊരു മെയിൽ വന്നിരിക്കുകയാണ്. കാബിലിന്റെ താവളത്തിൽ ഈ ഇനാഗുറേഷൻ ഡേക്ക് ചെയ്യാനായി കരുതി വെച്ച പ്ലാൻ ഉണ്ടാവും എന്നുള്ളൊരു മെയിലായിരുന്നു അത്. ആ സൈഡിൽ നിന്ന് ഇവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് ആരാന്ന് അവർക്ക് അപ്പോഴും മനസ്സിലായില്ല. അങ്ങനെ അഹമ്മദ് ആ താവളത്തിലേക്ക് കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. വിജയ് ഓഫീസേഴ്സും ഇനാഗുറേഷൻ നടക്കുന്ന സ്ഥലത്തേക്കും പോയി. എന്നാൽ അവിടെ തീവ്രവാദികൾ ഓൾറെഡി ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ നേരത്താണ് കാബിലിന്റെ അടുത്തേക്ക് മുഖമൊക്കെ മറിച്ചൊരാൾ വരുന്നത്. മോസന്റെ അതേ രൂപത്തിലുള്ള ഒരാൾ. അയാളെ കണ്ട ഉടനെ കാബിൻ മോസൻ എന്ന് പറയുന്നു. നിന്നെ വിശ്വസിച്ച് അതിർത്തിക്ക് അപ്പുറത്തേക്ക് അയച്ചത് ഞങ്ങളുടെ തെറ്റ്, നീ ഞങ്ങളെ ചതിച്ചു എന്ന് പറഞ്ഞ് കാബിൽ മോസനായി വഴക്കുണ്ടാക്കുകയാണ്. ഇതേ നേരത്ത് അഹമ്മദ് ആ താവളത്തിലെത്തുകയും കുറെ തീവ്രവാദികളേക്ക് കൊന്ന് ആ താവളത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ബോംബാണ് അവരുടെ പ്ലാൻ എന്നുള്ള കാര്യം മനസ്സിലാക്കി. കൂടാതെ അഹമ്മദ് ഒരു ഫോട്ടോ കണ്ട് ഞെട്ടുകയാണ്. മോസനാണെന്ന് പറഞ്ഞ് തുടക്കത്തിൽ കാബിലിന്റെ ഒരു ഫോട്ടോ കാണിച്ചിരുന്നല്ലോ. എന്നാൽ ആ ഫോട്ടോയുടെ കൂടെ മറ്റൊരാളുടെ ഫോട്ടോ കൂടി ഉണ്ടായിരുന്നു. അതാണ് യഥാർത്ഥ മോസൻ. അത് മറ്റാരും ആയിരുന്നില്ല, വിജയുടെ വൈഫായ മെഹറായിരുന്നു. മെഹറിന്റെ യഥാർത്ഥ നെയിം മെഹ്റുനിസ എന്നായിരുന്നു. ഇവർ ഇത്രയും നാൾ അന്വേഷിച്ചിരുന്ന മോസൻ ഈ മെഹർ തന്നെയായിരുന്നു. ആ കാര്യം ഇപ്പൊ അഹമ്മദിന് മനസ്സിലായിരിക്കുന്നു. ഇതേ നേരം കാബിലും മോസനും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. വിജയ് ബോംബ് കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു. അവിടെ അവൻ തീവ്രവാദികൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു പ്ലേസ് കണ്ടെത്തി ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. എന്നാൽ അവിടെ ഉണ്ടായിരുന്നത് ഹർമാൻ മാത്രമായിരുന്നു. അവിടെ വെച്ച് രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കുകയാണ്. എന്നാൽ വിജയുടെ അടികൊണ്ട് ഹർമാൻ താഴേക്ക് വീഴാൻ പോകുമ്പോൾ പോലും വിജയ് അവനെ രക്ഷിക്കുകയായിരുന്നു. ഇതേ നേരം മെഹ്ർ കാബിലിനോട് പറയുകയാണ്, എന്റെ മകന്റെ ദേഷ്യം നീ ഒരു പകയാക്കി മാറ്റിയല്ലേ, അവനെ നീ തീവ്രവാദിയാക്കി മാറ്റി, ബോംബ് പൊട്ടാതിരിക്കാനുള്ള സീക്രട്ട് കോഡ് പറയാനൊക്കെ പറയുകയാണ്. എന്നാൽ കാബിൽ പറയാണ്, നിന്നെ പകരം വീട്ടാനല്ലേ അതിർത്തിക്ക് അപ്പുറത്തേക്ക് അയച്ചത്, പക്ഷെ നിനക്ക് അവനോട് പ്രണയമായി, നീ ഞങ്ങളെ ചതിച്ചു, ഇന്ന് നിനക്കത് കാണാം, രക്തം രക്തത്തെ നേരിടുന്നത് എന്ന് പറഞ്ഞതും അവൾ ദേഷ്യം വന്ന് കാബിലിനെ നല്ലപോലെ അടിക്കുകയാണ്. ഇതേ നേരം വിജയ് ഹർമാനും തമ്മിൽ ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹർമാൻ ബോംബ് പൊട്ടാനുള്ള കീ പ്രസ് ചെയ്യാൻ പോയതും വിജയ് വേറെ വഴിയില്ലാതെ തോക്ക് ചൂണ്ടുകയാണ്. അത് കണ്ട് ഹർമാൻ വിജയോട് പറയുകയാണ്, അപ്പയ്ക്ക് ഇന്നൊരു കാര്യം ചൂസ് ചെയ്യാം, അപ്പന്റെ മകനെ വേണോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണോ എന്ന്. അത് കേട്ട് വിജയ് സങ്കടത്തോടെ പറയുകയാണ്, ഏറ്റവും ആദ്യം രാജ്യം എന്ന് വെച്ച് ഏറ്റവും ഒടുവിൽ മകനെന്നല്ല, സ്വന്തം മകനെ രക്ഷിക്കാൻ കഴിയാത്തൊരച്ഛൻ സ്വന്തം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാനായെന്ന് പറഞ്ഞ് നെഞ്ചിലേക്ക് തോക്കുവെച്ച് ഹർമാനോട്, നീ ജനിച്ച മണ്ണ് നിന്റെ ശത്രുവല്ല,
ഇവിടെയുള്ള ആരും നിന്റെ ശത്രുവല്ല, ഞാൻ മാത്രമാണ് നിന്റെ ശത്രു, നിനക്കെന്നെ കൊല്ലാമെന്ന് പറഞ്ഞ് തോക്ക് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നാൽ ഹർമാൻ അതിന് സാധിക്കുന്നില്ല. അവൻ്റെ അച്ഛനോട് സ്നേഹം ഉണ്ടായിരുന്നു. അവൻ വളരെ സഹതാപത്തോടെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഷുവേബ് അവിടേക്ക് വന്ന് ഹർമാനെ വെടിവെച്ചിടുന്നത്. ഇതേ നേരത്ത് മെഹ്റിന് കാബിലുമായുള്ള സംസാരത്തിൽ അവൻ്റെ സഹോദരനായ ആബിലിൻ്റെ പേരാണ് ബോംബ് പൊട്ടാതിരിക്കാനുള്ള സീക്രട്ട് കോഡ് എന്ന് മനസ്സിലാക്കി അവിടെ നിന്നും പെട്ടെന്ന് പോവാൻ നോക്കിയ സമയത്ത് കാബിൽ അവളെ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയും അവൾ നിലത്ത് വീഴുകയും ചെയ്തു. ഇതേ നേരം വിജയിന്റെ അടുത്തേക്ക് പോയി ഷുവേബ് വിജയിനെ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്താണ് ഹർമാൻ തോക്കെടുത്ത് ഷുവേബിനെ വെടിവെച്ച് വീഴ്ത്തുന്നത്. ഷുവേബും മെഹറും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെടുകയാണ്. ഹർമാൻ പതിയെ എഴുന്നേറ്റ് അവിടെയുള്ള ബോംബിന്റെ കണക്ഷൻസ് ഒക്കെ ഊരി മാറ്റി. ശേഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹർമാനെ ആദ്യം തട്ടിക്കൊണ്ടുപോയ സമയത്ത് അവർക്ക് പകരമായി ആദിലിനെയും കാബിലിനെയും വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മോഹസിൻ സ്വയം കീഴടങ്ങാമെന്നുള്ള മെസ്സേജ് ഒക്കെ അയച്ചിരുന്നത് മെഹ്റ തന്നെയായിരുന്നു. മെഹ്റ ആയിരുന്നു സീക്രട്ടായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. വിജയ് ഇപ്പോൾ ആ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. കാരണം മെഹ്റ ഒരു കത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സത്യം താൻ എന്നായാലും അറിയും. 20 വർഷങ്ങൾക്ക് മുമ്പ് താൻ കണ്ടെത്തിയ വ്യക്തിയെ ഇന്നാണ് താൻ അറിയാൻ പോകുന്നത്. ഈ മണ്ണിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ എന്നെ പോലെയുള്ള എത്ര മോഹസന്മാർ ജനിച്ചു കാണും. ആ ഒരൊറ്റ രാത്രി കൊണ്ടാണ് എൻ്റെ ജീവിതം അങ്ങനെയായത്. അന്ന് രാത്രിയാണ് ഞാൻ എൻ്റെ രക്തത്തെ തന്നെ കൊന്നൊടുക്കിയത്. എൻ്റെ മനസ്സിലുണ്ടായ മുറിവുണങ്ങാനായി വെറുപ്പിൻ്റെയും പകയുടെയും പാത ഞാൻ സ്വീകരിച്ചു. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് ഞാൻ തന്നെ കണ്ടുമുട്ടുന്നത്. വ്രണങ്ങൾ ഉണങ്ങാനുള്ള മരുന്ന് പ്രണയമാണെന്ന് തന്നെ കണ്ടപ്പോൾ ഞാൻ അറിഞ്ഞു. അത് താൻ എന്നെ പഠിപ്പിച്ചു. ഒരാൾ എപ്പോഴും മോശമാവണമെന്നില്ല. സാഹചര്യങ്ങളാണ് പലരെ കൊണ്ടും ക്രൂരതകൾ ചെയ്യിക്കുന്നത്. ആ കത്ത് വായിച്ചുകൊണ്ട് മെഹറിന്റെ ചിത കത്തിക്കുന്ന വിജയെയും മകനെയും കാണിച്ചുകൊണ്ടാണ് ഈ സിനിമയുടെ അവസാനിപ്പിക്കുന്നത്. ഇന്നത്തെ കഥ എല്ലാവരും വളരെ രസകരമായി എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതേപോലെയുള്ള നല്ല നല്ല സ്റ്റോറീസ് കേൾക്കുന്നതിനായി മല്ലോ വോയിസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.